തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KAS വിജ്ഞാപനം 2025 കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇപ്പോൾ KAS ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ KAS ഓഫീസർ ട്രെയിനി ഒഴിവുകളിലായി മൊത്തം 31 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മാർച്ച് 7 മുതലാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ തുടങ്ങിയത്. ഏപ്രിൽ 9 വരെ അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 9 ആണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷനാണ്, അത് ഞാൻ വായിക്കാം. ഗസറ്റ് ഡേറ്റ് 7/3/2025, ലാസ്റ്റ് ഡേറ്റ് 9/4/2025. ജനറൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ്, കാറ്റഗറി നമ്പർ 01/2025, 03/2025. ഡിപ്പാർട്ട്മെൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. നെയിം ഓഫ് പോസ്റ്റ് KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. സ്കെയിൽ ഓഫ് പേ 77,200 മുതൽ 1,40,500 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി 31, സ്ട്രീം 1 11, സ്ട്രീം 2 10, സ്ട്രീം 3 10. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്സ് നോക്കാം. സ്ട്രീം 1 കാറ്റഗറി നമ്പർ 01/2025. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്ട്രീം 2 കാറ്റഗറി നമ്പർ 02/2025 by direct recruitment from among full members or approved probationers in any government department and must not be a first gazetted officer or above in the department in Schedule 1 of KAS Special Rule 2018. പ്ലീസ് സി അനക്സർ 1. അനക്സർ 1 ഇതിലുണ്ട്, അത് കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രീം 3 കാറ്റഗറി നമ്പർ 03/2025 ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് കാൻഡിഡേറ്റ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് ഗസ്റ്റഡ് പോസ്റ്റ് ഓർ എബവ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ ഷെഡ്യൂൾ 1 ഓഫ് KAS സ്പെഷ്യൽ റൂൾസ് 2018 and equivalent post in common categories listed in Schedule 1. Please see Annexure 1 and 2. Note A. The ranked list published by the Commissions in response to this notification shall remain in force for 1 year. Separate ranked list will be prepared for all the 3 streams. Note B. Eligible candidates should submit separate applications for applying for more than one categories. Note C. As per GOP number 1 2019 SJD dated 25/10/2019, 4% of the vacancies are reserved for differently able candidates. As per the above government order, differently able candidates identified for 4% reservation for the post of KAS with benchmark disability should possess functional classifications and physical requirements as stipulated in the government order and medical certificates in this regard shown in the annexure of the aforesaid government order. Please click this link. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് അത് കാണാം. ഏജ് ലിമിറ്റ് സ്ട്രീം 1-ന് 21 to 32, 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബോൺ ബിറ്റ്വീൻ 2 November 1923, 2nd January 1923.
and 1st January 2004. Both the dates included are eligible to apply for this post. Changes are allowable to the above dates to the eligible reserve categories for age relaxation. Stream 2, 21st to 40. Candidates who have born between 2nd January 1985 and 1st January 2004. Both dates included are eligible to apply for this post. Changes are allowable to the above dates in the eligible reserved categories for age relaxation. Stream 3 must not have completed 50 years of age as on 1st January 2025. ഇതിൽ ഒത്തിരി വായിച്ചെടുക്കാനുണ്ട്. PSC വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചെടുക്കുക. ധാരാളം വായിക്കാനുണ്ട്. എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. 1 ടൈം രജിസ്ട്രേഷൻ എടുക്കാത്തവർ ഫസ്റ്റ് തന്നെ 1 ടൈം രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം അപ്ലൈ നൗ കൊടുത്ത് അപ്ലൈ ചെയ്യുക. ജനറൽ കണ്ടീഷൻസ് ഉണ്ട്, പിന്നെ അനക്സർ 4 അനക്സർ എല്ലാം ഉണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ടു ബി പ്രൊഡ്യൂസ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഫോർ KS സ്ട്രീം 2 പ്രൊഡ്യൂസ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ടു ബി പ്രൊഡ്യൂസ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഫോർ KS സ്ട്രീം 3 ഉണ്ട്. സർവീസ് സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ എല്ലാം ഉണ്ട്. അനക്സർ 10 സ്കീം ഷെഡ്യൂള്. അപ്പം ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പരീക്ഷാ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. പേപ്പർ 2, പേപ്പർ 1. അപ്പോൾ നോട്ടിഫിക്കേഷൻ എടുത്ത് ഇത് മൊത്തം വായിച്ച് നോക്കുക. സ്കീം ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 1 മെയിൻ എക്സാമിനേഷൻ ഇൻ്റർവ്യൂവിൻ്റെ ഉണ്ട്. പിന്നെ ജനറൽ സ്റ്റഡീസ് അത് പഠിക്കാനുണ്ട്. പഠിക്കാനുള്ള സിലബസ് അടക്കം എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ പേപ്പർ 2 ഡ്യൂറേഷൻ 1 hour and 10 minutes, മാർക്ക് 100ൻ്റെ ജനറൽ സ്റ്റഡീസ്. ഇപ്പം സിലബസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുക. പേപ്പർ 2 എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കുക. ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡിഗ്രിക്കാരാണെങ്കിൽ ആദ്യം തന്നെ 1 ടൈം രജിസ്ട്രേഷൻ എടുക്കാത്തവർ 1 ടൈം രജിസ്ട്രേഷൻ എടുത്തിട്ട് അപ്ലൈ നൗ കൊടുത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ സിലബസ് എല്ലാം ഈച്ച് ആൻഡ് എവരി വേർഡ്സ് വെച്ചിട്ട് അത് വായിച്ച് മനസ്സിലാക്കി പഠിത്തം ഉടനെ തന്നെ ആരംഭിക്കുക. നല്ല ജോലിയാണ്, ഏറ്റവും നല്ല ജോലിയാണിത്. അപ്പോൾ ഞാൻ ഈ KS വിജ്ഞാപനത്തെക്കുറിച്ച് ബ്രീഫായിട്ട് ഒന്ന് മലയാളത്തിൽ പറയാം. ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. കേരള ഗവൺമെൻറ്റാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. കാറ്റഗറി നമ്പർ 01/2025 to 03/2025. KS ഓഫീസർ ട്രെയിനിങ് 31 ഒഴിവുകളുണ്ട്. 31 ഒഴിവുകളാണ്. ഓൾ ഓവർ കേരളയാണ്. 77,200 രൂപ മുതൽ 1,40,500 രൂപ വരെയാണ് ശമ്പളം. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 9 2025 ഏപ്രിൽ 9. ഒഴിവുകളുടെ എണ്ണം 31. അത് സ്ട്രീം 1 11, സ്ട്രീം 2 10, സ്ട്രീം 3 10, അങ്ങനെ 31 ഒഴിവുകൾ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി, ഏതെങ്കിലും സബ്ജക്റ്റിൽ ബാച്ചിലർ ഡിഗ്രി. അപേക്ഷിക്കേണ്ട രീതി ഒന്നും കൂടിയും പറയാം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി 1 ടൈം രജിസ്ട്രേഷൻ പ്രകാരം
രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം. 1/1/2022 മുതൽ പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും. ഫോട്ടോ സംബന്ധിച്ച് മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് നൽകണ്ട. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളും യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. കമ്മീഷൻ മുമ്പാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കുവാനോ കഴിയുകയില്ല. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് അവസരത്തിലായാലും സമർപ്പിക്കപ്പെട്ട വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കപ്പെടുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. പിന്നെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്ന് ഞാൻ പറയുന്ന പോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കറക്റ്റായിട്ട് കൊടുക്കണം. കാരണം പിന്നീടുള്ള പരീക്ഷാ തീയതി, അഡ്മിഷൻ ടിക്കറ്റ് അങ്ങനെയുള്ള ഇൻ്റർവ്യൂ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അറിയിക്കുന്നത് ഈ മൊബൈൽ നമ്പറിൽ മെസ്സേജ് അല്ലെങ്കിൽ മെയിലിൽ കൂടിയൊക്കെ ആയിരിക്കും അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം, ഇതിൻ്റെ നിയമസാധ്യത എങ്ങനെയാണ് എന്നിവ അറിയാനായിട്ട് ഈ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആകാൻ കാത്തു നിൽക്കരുത്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ എടുത്തിട്ട് അപ്ലൈ നൗ കൊടുത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കൂടി കയറി അപ്ലൈ നൗ കൊടുത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ നോട്ടിഫിക്കേഷൻ്റെ താഴെ ഭാഗത്തായിട്ട് എക്സാമിനേഷൻ സിലബസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള സിലബസാണ്. അപ്പോൾ ഓരോന്നും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങണം. KS എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള പരീക്ഷയാണ്. അത് ജോലി കിട്ടിയാലും IAS IPSൻ്റെയൊക്കെ ലെവൽ പോലെ തന്നെയുള്ള അത്രയും റെപ്യൂട്ടഡായ ഡെസിഗ്നേഷനുള്ള ജോലിയാണ്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കരുത്. ഇത് നിങ്ങളുടെ അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ച് ഈ ജോലിയിൽ കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഈ ചാനലിൽ എല്ലാ ദിവസവും എനിക്ക് കിട്ടുന്ന അനുസരിച്ചുള്ള ജോലി കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, പിന്നെ അർദ്ധ ഗവൺമെൻറ്, അതുകൂടാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ജോലി വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് അത് കാണാൻ സാധിക്കുകയുള്ളൂ. അതല്ല 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു പോയി ഈ ജോലി തൊഴിൽ വാർത്ത കണ്ടിട്ട് കാര്യമില്ല.
അപ്പോൾ ഞാനിടുന്ന ഇത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.